മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും തങ്ങൾ തികച്ചും വ്യത്യസ്തരാണെന്നും അഴിമതിരഹിതമായിട്ടുള്ള ഭരണവും ദേശീയതയുമാണ് തങ്ങളുടെ മുഖമുദ്രയെന്നും അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനമുണ്ട് കേരളത്തിൽ. എന്നാൽ ഇന്ന് ആ പാർട്ടി നിൽക്കുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു നാണക്കേടിന്റെ വക്കിലാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ സ്വന്തം ജീവൻ വരെ പണയം വെച്ച ആയിരക്കണക്കിന് സാധാരണക്കാർ വളർത്തിക്കൊണ്ടുവന്ന കേരളത്തിലെ BJP എന്ന പ്രസ്ഥാനം ഇന്ന് ചില സംസ്ഥാന നേതാക്കളുടെ കീശ വീർപ്പിക്കാനുള്ള വെറുമൊരു ATM മെഷീനായി തരംതാണിരിക്കുകയാണ്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന വിഡ്ഢികളുടെ കൂട്ടമായി കേരള BJP അഥവാ KJP അധപ്പതിച്ചതിൽ വേദനിക്കുകയാണ് യഥാർത്ഥ ദേശീയവാദികളായിട്ടുള്ള ലക്ഷക്കണക്കിന് പ്രവർത്തകർ. കോടിക്കണക്കിന് രൂപയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പുണ്ടായെന്ന ഞെട്ടിക്കുന്ന പരാതികൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോൾ മുൾമുനയിൽ നിൽക്കുന്നത് കുറച്ച് നേതാക്കളല്ല, മറിച്ച് ഈ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റി വിശ്വസിച്ച സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്, പ്രവർത്തകരാണ്. വെട്ടിച്ചു തിന്ന നേതാക്കൾക്കും കാണാതായ പാർട്ടി ഫണ്ടിനുമെതിരെ അന്വേഷണം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം. എന്തൊക്കെയാണ് കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന വെട്ടിപ്പുകൾ എന്ന് കേട്ടാൽ ഏത് സാധാരണക്കാരനും മൂക്കത്ത് വിരൽ വെച്ചു പോകും. അത്രത്തോളം ആസൂത്രിതമായിട്ടുള്ള പകൽ കൊള്ളയാണ് ഇവിടെ അരങ്ങേറിയത്. വിജയസാധ്യത തീരെയില്ലാത്ത മണ്ഡലങ്ങളെ പോലും ജയസാധ്യതയുള്ള A ക്ലാസ് മണ്ഡലങ്ങളാണെന്ന് കേന്ദ്ര നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ച് കോടികളാണ് ചില നേതാക്കൾ വെട്ടിച്ചു മാറ്റിയത്. തിരുവനന്തപുരത്തെ തീരദേശം ഉൾപ്പെട്ട ചില മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള ഫണ്ട് വെട്ടിപ്പ് നടന്നതിന് പിന്നാലെ ഒരു പ്രമുഖ നേതാവ് ഒറ്റയടിക്ക് അടച്ചു തീർത്തത് 31 ലക്ഷം രൂപയുടെ ബാങ്ക് വായ്പയാണ്. മറുവശത്ത് എറണാകുളം ജില്ലയിലടക്കം സ്വന്തം കയ്യിൽ നിന്നും കാശ് മുടക്കി മത്സരിച്ച പല സ്ഥാനാർത്ഥികൾക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാനുള്ള ഫണ്ട് എത്തിയതുമില്ല. സ്ഥാനാർത്ഥികളുടെ അനുയായികൾ സ്വന്തം നിലയ്ക്ക് കാശ് മുടക്കി പ്രചാരണ വീഡിയോകൾ ഇറക്കിയപ്പോൾ അതിന്റെ ബില്ല് സ്വന്തം പേരിൽ എഴുതി പണം വാങ്ങിയ നേതാക്കൾ വരെയുണ്ട് ഈ പാർട്ടിയിൽ. ഇതൊന്നും കൂടാതെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന മറ്റു ചില കണക്കുകൾ. കൊടിയും തോരണവും അടിച്ചതിൽ മാത്രം നടന്നത് കോടികളുടെ അഴിമതിയാണ്. കേരളത്തിൽ 1 കോടി കൊടിയടിക്കാനായി 3.5 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഇട്ടതിൽ വലിയ വെട്ടിപ്പാണ് നടന്നത്. കേന്ദ്രത്തിൽ നിന്നും കൊടികൾ വരാൻ വൈകുന്ന സാഹചര്യം മുതലെടുത്ത് ചില നേതാക്കൾ ചേർന്ന് ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി. തിരുവനന്തപുരം വാമനപുരത്തെ ഒരു സാധാരണ പലചരക്ക് കടയുടെ GST നമ്പർ ഉപയോഗിച്ച് വ്യാജ ബില്ലുകൾ ഉണ്ടാക്കിയാണ് ഇതിൽ നിന്നും പണം തട്ടിയത്. കൊടിയടിക്കുന്ന കേസിൽ മാത്രം ഒരു സംസ്ഥാന സെക്രട്ടറിയും യുവമോർച്ച നേതാവും അടക്കം 54 ലക്ഷം രൂപയോളം അടിച്ചു മാറ്റിയെന്നാണ് പുറത്തു വരുന്ന വിവരം. ഇനി ഹെലികോപ്റ്ററിന്റെ കാര്യം നോക്കാം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി 136 മണിക്കൂർ ഹെലികോപ്റ്റർ പറത്താൻ കേന്ദ്രം പണം അനുവദിച്ചപ്പോൾ വെറും 42 മണിക്കൂർ മാത്രം പറത്തിയ ശേഷം ട്രിപ്പ് ഷീറ്റിൽ കൃത്രിമം കാണിച്ച് ലക്ഷങ്ങൾ വീണ്ടും തട്ടിയെടുത്തു. തീർന്നില്ല, പ്രചാരണത്തിനായി അനുവദിച്ച 200 കാറുകളിൽ പകുതി പോലും നിരത്തിലിറക്കാതെ മുഴുവൻ കാറുകളും ഓടിയെന്ന് കാണിച്ച് പണം പോക്കറ്റിലാക്കി. കൊടി, ഷാൾ, തൊപ്പി എന്നിവയ്ക്കായി വകയിരുത്തിയ 1.62 കോടിയിൽ നിന്നും 34 ലക്ഷം രൂപയാണ് കമ്മീഷൻ എന്ന പേരിൽ അടിച്ചെടുത്തത്. ഹരിപ്പാടുള്ള ഒരു പ്രമുഖ നേതാവാകട്ടെ പാർട്ടി ഫണ്ട് വെട്ടിച്ച് സ്വന്തം പണമിടപാട് സ്ഥാപനത്തിലേക്കും സ്വർണ്ണക്കടയിലേക്കുമാണ് പണം ഒഴുക്കിയത്. അമിത്ഷായും നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ളവർ വെളുപ്പിനെ 4 മണിക്ക് സൈക്കിളിൽ പോയി സ്വന്തമായി പോസ്റ്റർ ഒട്ടിച്ച് വളർത്തിയെടുത്തതാണ് ഈ പ്രസ്ഥാനത്തെ. കേരളത്തിൽ ഇന്ന് കാണുന്ന രീതിയിൽ ഈ പാർട്ടി വളർന്നു പന്തലിച്ചതിന് പിന്നിൽ വെയിലത്തും മഴയത്തും ചോര നീരാക്കിയ പോലീസിന്റെയും എതിർ പാർട്ടിക്കാരുടെയും അടിവാങ്ങിയ ആശുപത്രികളിൽ കിടന്ന ആയിരക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള സംഘപ്രവർത്തകരുടെയും വിയർപ്പുണ്ട്. എന്നാൽ ഇന്ന് സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ഓട്ടോ ഓടിച്ചും കൂലിപ്പണിയെടുത്ത് വിയർപ്പൊഴുക്കിയും നടക്കുന്ന പാവപ്പെട്ട പ്രവർത്തകർക്ക് വണ്ടിയിൽ ഡീസൽ അടിക്കാൻ പോലും കാശ് കൊടുക്കാതെയാണ് ഈ നേതാക്കൾ ഇപ്പോൾ അവരുടെ സ്വന്തം കുടുംബം കെട്ടിപ്പടുക്കുന്നത്. ഇതിനേക്കാളൊക്കെ ഭീകരമാണ് സോഷ്യൽ മീഡിയ ഫണ്ടിൽ നടന്ന അഴിമതി. BJPക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്നവർക്കോ അല്ലെങ്കിൽ വർഷങ്ങളായി കൂടെ നിൽക്കുന്ന അനുഭാവമുള്ള മാധ്യമ പ്രവർത്തകർക്കോ ഫണ്ട് നൽകാതെ BJPയെയും ഹിന്ദുത്വത്തെയും നിരന്തരം പുച്ഛിക്കുന്ന അർബൻ നക്സൽ ചിന്താഗതിയുള്ളവർക്കും ഇടതുപക്ഷ PR ഏജൻസികൾക്കുമാണ് ലക്ഷങ്ങൾ വാരിക്കോരി നൽകിയത്. സ്വന്തം അനുഭാവികൾക്ക് ഫണ്ട് നൽകിയാൽ അവർ ബാക്കി തുകയുടെ കണക്ക് ചോദിക്കുമല്ലോ. കാരണം അവർക്ക് ഫണ്ടിനെ കുറിച്ച് ഏകദേശം ധാരണയുണ്ടാകും. അപ്പോൾ ക്രമക്കേട് എളുപ്പത്തിൽ പൊക്കും. എന്നാൽ എതിരാളികൾക്ക് പുറത്തുള്ള ഏജൻസികൾക്ക് നൽകിയാൽ കിട്ടിയത് വാങ്ങി അവർ മിണ്ടാതിരിക്കും. ബാക്കി വരുന്ന കോടികൾ ആരും അറിയാതെ സ്വന്തം കീശയിലാക്കാം എന്നതായിരുന്നു ഈ നേതാക്കളുടെ ബുദ്ധി. പണം കിട്ടിയവരുടെയും കിട്ടാത്തവരുടെയും കൊതിക്കറുവാണിതെന്നും കോടികളുടെ ഇടപാടുകൾ നടക്കുമ്പോൾ കമ്മീഷൻ വാങ്ങുന്നത് സ്വാഭാവികമാണെന്നും യാതൊരു എളുപ്പമില്ലാതെ ന്യായീകരിക്കുന്ന അടക്കം പറച്ചിലുകളാണ് ഇന്ന് കേരള BJPക്കുള്ളിൽ നടക്കുന്നത്. എന്നാൽ ഈ പകൽക്കൊള്ള വെറുതെ വിടാൻ കേന്ദ്ര നേതൃത്വം ഉദ്ദേശിക്കുന്നില്ല. വിദേശയാത്ര കഴിഞ്ഞ് തിങ്കളാഴ്ച സംസ്ഥാനത്തെത്തുന്ന മുതിർന്ന നേതാവ്, സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഈ പരാതികളിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തുമെന്നാണ് അറിയുന്നത്.
തമിഴ്നാട്ടിൽ അണ്ണാമലയെ പോലെയുള്ള നിസ്വാർത്ഥരായിട്ടുള്ള നേതാക്കൾ അഹോരാത്രം കഷ്ടപ്പെട്ട് സ്വന്തം ജീവിതം മാറ്റിവെച്ച് പാർട്ടിയെ വളർത്തിയപ്പോൾ കേരളത്തിൽ ഈ പാർട്ടിയുടെ പേരിൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും പോക്കറ്റ് വീർപ്പിക്കാനുമാണ് സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നത്. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാനും ദേവസ്വം ബോർഡ് ഭരണം തിരിച്ചുപിടിക്കാനും ഇറങ്ങിയിരിക്കുന്ന ഇവർക്ക് ആ അധികാരം കൂടി കിട്ടിയാൽ ദേവസ്വം ബോർഡിനെ ഒന്നാകെ വിഴുങ്ങുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൽ BJPക്ക് എന്തെങ്കിലും ഗുണം പിടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഈ പാർട്ടിയിൽ എന്തെങ്കിലും വിശ്വാസം ബാക്കിയുണ്ടാകണമെന്നുണ്ടെങ്കിൽ അച്ചടക്കമുള്ളതും ലക്ഷ്യബോധമുള്ളതുമായിട്ടുള്ള തികച്ചും നിസ്വാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ നേതൃത്വത്തിന് കഴിയണം. അതിനായി സാധാരണക്കാർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന സത്യസന്ധരായിട്ടുള്ള പ്രവർത്തകരെയാണ് മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ടത്. അവരുടെ പ്രവർത്തനങ്ങൾക്കാണ് കാശ് മുടക്കേണ്ടത്. പ്രസ്ഥാനം മുടിഞ്ഞു പോയാലും കുഴപ്പമില്ല, സ്വന്തം കീശ വീർപ്പിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന ഈ ഇത്തിൽ കണ്ണുകളെ മുളയിലെ നുള്ളിക്കളയണം. പാർട്ടിയിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കണം. അതിന് കഴിയില്ലെങ്കിൽ ഈ പാർട്ടി പിരിച്ചുവിട്ടിട്ട് ഇവർ വേറെ വല്ല പണിക്കും പോകുന്നതാണ് നാടിനും ജനങ്ങൾക്കും നല്ലത്. കോടിക്കണക്കിന് രൂപയുടെ ഈ അഴിമതി വെറുമൊരു പാർട്ടി അന്വേഷണത്തിൽ മാത്രം ഒതുക്കേണ്ട ഒന്നല്ല. കേരള പോലീസ് സ്വമേധ്യാ കേസെടുത്ത് അന്വേഷിക്കുകയും പാവപ്പെട്ട പ്രവർത്തകരുടെ വിയർപ്പിൽ കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തെ വിറ്റുതുലയ്ക്കുന്ന ഈ കള്ളന്മാരെ മുഴുവൻ പിടിച്ച് ജയിലിലടക്കുകയും വേണം. എങ്കിൽ മാത്രമേ BJPക്ക് ഈ അഴിമതിയുടെ കറയിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ. മിസ്റ്റർ സിസ്റ്റം വേണം.